ആര്യൻ അനുമോളെ അടിച്ചോ? ബെഡിനടിയിൽ എന്താണ് സംഭവിച്ചത്? ഈ വിഷയം ഒരു വലിയ സംഭവമായിട്ട് മാറിയിരിക്കുക. ഈവൻ ബിഗ് ബോസ് പോലും ഇതുവരെ ശബ്ദിച്ചിട്ടില്ല. ലൈവിൽ കുറേ നേരമായിട്ട് ഈ വിഷയം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഓൾമോസ്റ്റ് അവസാനമൊക്കെ ആയി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോഴേക്കും ഞാൻ വന്നേത്. അപ്പോൾ സംഭവം തുടങ്ങുന്നത് ശരിക്കും ആര്യന്റെ ഭാഗത്താണ് തെറ്റ്. പലതവണയായിട്ട് ആര്യൻ കാല് വെച്ചും കൈ വെച്ചും ഒക്കെ അനുമോളെ നന്നായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോൾ തന്നെ അനുമോളെടുത്ത് സോറി പറയുകയും പിന്നെ അങ്ങ് ഒരുമാതിരി കോപ്രായം കാണിക്കുന്ന ആര്യന്റെ ഒരു സ്വഭാവം നമുക്ക് അറിയാമല്ലോ, അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും തന്നെ ഒരു വട്ടം പോലും അവിടെ അനുമോള് പരാതിയായിട്ട് പറഞ്ഞിട്ടില്ല. എന്നാൽ ജിഷിനൊക്കെ വന്നതുകൊണ്ട് തന്നെ, ജിഷിൻ മാത്രമല്ല അനുമോൾക്ക് ശരിക്കും പറഞ്ഞാൽ മസ്താനി, ജിഷിൻ, പ്രവീൺ ഇവരൊക്കെ നല്ലൊരു കോൺഫിഡൻസ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ചേഞ്ചസ് ഒക്കെ അനുമോൾക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് അതിലേക്കൂടെ നടന്നു പോയപ്പോഴത്തേക്കും ആര്യൻ ശരിക്കും നമ്മുടെ അനുമോളെ അമ്മയ്ക്ക് എന്തോ വിളിച്ചിട്ടുണ്ട്. അത് നമുക്ക് മ്യൂട്ടാണ്, കേൾക്കാൻ കഴിയില്ല. അതിനുശേഷം ഇത് ജിഷിൻ കേട്ടുകൊണ്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്, ആര്യനോട് റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പാനിയും അക്ബറും അടുത്തുണ്ട്, അവരും റിയാക്ട് ചെയ്യുന്നുണ്ട്, ആര്യനെയാണ് കുറ്റം പറയുന്നത്. ഇത് കേട്ടതിന്റെ ദേഷ്യത്തിന് തിരിച്ച് അനുമോള് പറയുന്ന വാക്കാണ്, നീ പുതപ്പിനടിയിൽ കാണിച്ചത് ഞാൻ എന്നും പറഞ്ഞിട്ട് അത്രയും പറഞ്ഞ് നിർത്തുകയാണ്. ഇത് ഓൾമോസ്റ്റ് സംഭവിച്ചു പോകുന്ന ഒരു കാര്യമാണ്. ഇതിനുശേഷം അനുമോള് റൂമിൽ പോയി, അല്ലെങ്കിൽ ആ ഒരു മേക്കപ്പിന്റെ ആ ഒരു സ്ഥലത്ത് പോയി ഇരിക്കുന്നുണ്ട്. നൂറ, ആദില, ശൈത്യ ഇവരെല്ലാവരും ചുറ്റുമുണ്ട്. അവിടെ വേറൊരു സംസാരം നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ആര്യനെ ജിഷിൻ നന്നായിട്ടിട്ട് കൊടയുന്നുണ്ട്. അതിന്റെ ഇടയിൽ വൃത്തികെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ആര്യൻ പറയുന്നത് അനുമോള് കാല് വെച്ച് ആര്യന്റെ പാൻറിലൂടെ തടവിയിട്ടുണ്ട്, ആര്യനെ വളയ്ക്കാൻ ശ്രമിച്ചതാണ് എന്ന്. അതിന് ഒത്താശ ചെയ്യാൻ വേണ്ടിയിട്ട് ബിന്നി എണീറ്റ് നിന്ന് സംസാരിക്കുന്നുണ്ട്. ബിന്നി ഈ പറഞ്ഞ ഈ കാലിലൂടെയുള്ള തടവല് ബിന്നി കണ്ടിട്ടില്ല, പക്ഷേ ചിരിച്ചും കളിച്ചും കൊഞ്ചിയും ഒക്കെ ആര്യന്റെ കൂടെ നിൽക്കുന്നത് ബിന്നി കണ്ടിട്ടുണ്ടെന്ന്. അത് ബിന്നിക്ക് അടി കിട്ടാത്തതിന്റെ കുഴപ്പമാണ്. അനുമോള് ആര്യന്റെ അടുത്തുനിന്നല്ല എല്ലാം, അതിപ്പം ആദില ആയിക്കോട്ടെ നൂറായിക്കോട്ടെ, അത് ആ ഒരു അനുമോളുടെ ഒരു രീതി, ഒരു തമാശ രൂപേണ അല്ലെങ്കിൽ മറ്റെന്ത് തരത്തിലാണെങ്കിലും അനുമോൾ ഒരിക്കലും ആര്യനെ വളയ്ക്കാൻ ശ്രമിച്ചിട്ടില്ല. ഒരു കാരണവശാലും അത് അനുമോൾ ചെയ്യില്ല എന്ന് അനുമോൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ നമ്മളും ലൈവ് കാണുന്നതല്ലേ. എനിക്ക് ഇതുവരെ ആര്യന്റെ അടുത്ത് അനുമോൾക്ക് ഒരു ഇൻട്രസ്റ്റും തോന്നിയതായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. പിന്നെ ആ ഒരു പണിപ്പുര ടാസ്ക് കഴിഞ്ഞിട്ട് ആര്യൻ വന്നിട്ട് കൊഞ്ചിക്കുഴയുന്നുണ്ട്. അത് ആര്യൻ കൊഞ്ചിക്കുഴയുന്നതാണ്. അന്ന് ആര്യൻ കൊഞ്ചിക്കുഴയുമ്പോഴും അതുപോലെ തന്നെ ആര്യൻ ക്യാപ്റ്റനായപ്പോൾ കപ്പ് വെച്ച് കൊടുത്തതും ഇതൊക്കെ അവിടെ മറ്റുള്ളവർ നടത്തുന്ന എല്ലാ കോമാളിത്തരം പോലെ തന്നെ നടന്ന ഒരു സംഭവിച്ച കാര്യം മാത്രമാണ്. ഇത് വെച്ചിട്ടൊക്കെയാണ് ബിന്നി ഇത് വിലയിരുത്തുന്നത്. പിന്നെ ശൈത്യയാണ് സത്യം പറഞ്ഞാൽ ഈ അനുമോളെ ഇട്ട് ചുമ്മാ ഈ ആര്യന്റെ പേരിൽ ട്രിഗർ ചെയ്ത് തുടങ്ങിയത് പോലും. എനിക്ക് അങ്ങനെയാണ് ഞാൻ ലൈവ് കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇനി ഞാൻ കാണുന്ന ലൈവും നിങ്ങൾ കാണുന്ന ലൈവും വ്യത്യസ്തമാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇനി ഈ പറഞ്ഞ പ്രശ്നം സംസാരിച്ച് ജിഷിൻ അത് വഷളാക്കുന്നുണ്ട്. അങ്ങനെ വഷളായി അവിടെ വലിയ പ്രശ്നമാകുമ്പോഴത്തേക്കും നെവിൻ ക്യാപ്റ്റനാണ്. നെവിൻ വളരെ നല്ല രീതിയിൽ തന്നെ നെവിൻ പോയി അനുമോളെടുത്ത് പറഞ്ഞിട്ട് ഇതെന്താണ് വിഷയം എന്നുള്ളത് ഇവിടെ മൊത്തത്തിൽ സംസാരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് അനുമോളെ പറഞ്ഞ് മനസ്സിലാക്കി നെവിൻ കൊണ്ടുവരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ ഇവിടെ ഹാറ്റ്സ് ഓഫ് ചെയ്യുന്നത് നെവിന് തന്നെയാണ്. നെവിൻ നന്നായിട്ട് ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ ഇതെല്ലാം നല്ല രീതിയിൽ കൊണ്ടുവരുന്നുണ്ട്, ഒരു ബിഗ് ബോസ് ചെയ്യേണ്ട രീതിയിൽ കൊണ്ടുവരുന്നുണ്ട്. ഇനി അത്രയും പേരെ ലിവിംഗ് റൂമിൽ ഇരുത്തിയിട്ട് നെവിൻ അനുമോളെ കൊണ്ടുവന്ന് നിർത്തി സംസാരിക്കാൻ ഒരു അവസരം കൊടുക്കുകയാണ്. ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ജിസേൽ ഒരു വാക്ക് മിണ്ടിയിട്ടില്ല. ജിസേലിന്റെ മുഖത്ത് ഒരുമാതിരിത്തെ വൃത്തികെട്ട ചിരിയും ഞാൻ കണ്ടു. ആ സമയത്ത് ശരിക്കും ഞാൻ ഉറപ്പിച്ചു ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ജിസേലും ആര്യനും എന്തെങ്കിലും ചെയ്താലും അതൊരു തെറ്റോ കുറ്റമോ അല്ല. മലയാളി പ്രേക്ഷകർ കാണേണ്ടത് മാത്രമേ ബിഗ് ബോസ് എന്തായാലും നിങ്ങളെ കാണിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനകത്ത് പരാതി പറയേണ്ട കാര്യവുമില്ല. ഇത് ഈ ഒരു ജനറേഷൻ ഇങ്ങനെയൊക്കെ ആണെന്ന് അങ്ങ് കരുതിയാൽ മതി. അത് ജനറേഷന്റെ കുഴപ്പമല്ല, അത് മനുഷ്യർ കുറെ കൂടെ വളരുന്നതിന്റെ ഗുണമാണ്. അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അതിനകത്ത് ഇനി ഞാൻ അങ്ങനെ ചിന്തിച്ചു, എനിക്ക് സദാചാരം എന്ന് പറഞ്ഞ സംഭവം പറയേണ്ട കാര്യമില്ല, അതുകൊണ്ട് പറയുകയാണ്. പിന്നെ ബിഗ് ബോസ് ഷോയിൽ അത് ജിഷിൻ എടുത്തു പറയുന്നുണ്ട്, ബിഗ് ബോസിന്റെ ലൈവ് ഉൾപ്പെടെ എഡിറ്റഡ് ആണ്. അതിനകത്ത് അവർ കിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ബിഗ് ബോസ് കാണിക്കില്ല. അത്തരത്തിലുള്ള മലയാളി പ്രേക്ഷകരല്ല ഇതെന്നുള്ളത് അവർക്കറിയാം. ഇത് ഹിന്ദി ബിഗ് ബോസ് ആണെങ്കിൽ കാണിക്കും, പക്ഷെ ഇതിനു മുമ്പ് അങ്ങനെ കാണിച്ചിട്ടുള്ളതായിട്ട് ഇപ്പം പേളി മണി ശ്രീനിഷ് കിസ് ചെയ്തിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അവരുടെ റൊമാൻസിനകത്ത് അത് പോസിറ്റീവായിട്ട് തന്നെയാണ് പുറത്ത് വന്നത്. അല്ലെങ്കിൽ ആ പോസിറ്റീവ്നെസ്സിനകത്ത് നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോലും അത് ബിഗ് ബോസിന് അറിയാം അത് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത്. പക്ഷെ ഇതിനകത്ത് ഈ ഒരു അവസരത്തിൽ ഇത് കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കാണിക്കില്ല. എന്നിട്ടും പുറത്തു വന്ന ഒരു ക്ലിപ്പ്, ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ താഴെ ചെറുതായിട്ട് അത് കാണിക്കാം. കാരണം എനിക്ക് അത്തരത്തിലുള്ള ക്ലിപ്പുകളൊന്നും ഈ ചാനലിൽ കൊടുക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ട് അതൊന്ന് കാണിക്കാം. ഇത് എനിക്ക് വരെ ഷെയർ ചെയ്ത് കിട്ടിയതാണ്, അല്ലാതെ ഞാൻ ഇത് നോക്കിയിരുന്ന് എടുത്തതല്ല.
പക്ഷെ ഇത് ബിഗ് ബോസ് ലൈവിൽ നിന്നുള്ള ക്ലിപ്പാണ്. ഇത് മനഃപൂർവ്വം തന്നെയാണ് ബിഗ് ബോസ് ലൈവിനകത്ത് അവർ ആഡ് ചെയ്തത്. ഇത് ഇങ്ങനെ ഒരു ചർച്ചയിലേക്ക് വരും എന്ന് ഉറപ്പുണ്ടായതുകൊണ്ടാണ്. ഇനി അനുമോൾ കണ്ട കാര്യം നമ്മൾ ആ കിറ്റ് എടുത്ത ദിവസം കണ്ടതിൽ അപ്പുറം കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ജിഷിനും മസ്താനിയും കണ്ട കാര്യം, അന്ന് അനുമോൾ ആ കിറ്റ് അന്വേഷിച്ച് നടന്ന ദിവസം നമ്മുടെ ആര്യൻ തലപൊക്കി നോക്കിയതും തൊട്ടപ്പുറത്തായിട്ട് തല പൊക്കാതെ പാതി നോക്കി ആ ജിസേൽ കിടന്നതും പിന്നെ അവസാനം രണ്ടുപേരും എഴുന്നേറ്റിട്ട് ജിസേൽ ആ ഉടുപ്പ് ശരിയാക്കി ഇടുന്നതുമാണ് ജിഷിനും മസ്താനിയും ഈ കിടന്ന് പറയുന്നത്. പക്ഷെ റെനെ അവിടെ മനസ്സിലാക്കുന്നത്, റെനെ ഉൾപ്പെടെ റെനയും ഷൈത്തിയും പിന്നെ ഇവർ 4 പേര് ചേർന്ന് കിടന്ന ദിവസത്തെക്കുറിച്ച് പറഞ്ഞാണ് അനുമോൾ ഒരു വൃത്തികെട്ട കഥ ഉണ്ടാക്കുന്നത് എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ഷൈത്തിയും റെനയും സംസാരിക്കുന്നത്. അതാണ് അവിടുത്തെ വിഷയം എന്നാണ് ഈ പറയുന്ന ആര്യനും ജിസേലും അത്രേ കരുതുന്നുള്ളൂ. അതുകൊണ്ടായിരിക്കാം അവർക്ക് ആദ്യം അതൊരു തമാശയായിട്ട് തോന്നിയത്. പക്ഷെ അതല്ല സംഭവം എന്ന് ജിഷിൻ അവിടെ പ്രൂവ് ചെയ്ത് പറയുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്ന 4 പേരുടെ കഥയല്ല, പകരം പുറത്ത് ലൈവിൽ കണ്ടത് അല്ലെങ്കിൽ എപ്പിസോഡിൽ കണ്ട ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അനുമോൾ അതാണ് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് എന്ന് ജിഷിൻ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജിഷിൻ അത് മറ്റേ മസ്താനിയുമായിട്ട് ചേർന്ന് ഈ പറയുന്നത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് വരെ കൊടുക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ അവസാന ഫലം ബിഗ് ബോസും മോഹൻലാലും കൂടി ചെയ്ത് കൊടുത്തോളും. കാരണം ഇത് എത്രത്തോളം ഇതൊക്കെ ഇവിടെ കാണിക്കാൻ പാടുണ്ട് അല്ലെങ്കിൽ പുറത്തെ കാര്യം എത്രത്തോളം പറയാൻ പാടുണ്ട് എന്നുള്ളത് സത്യത്തിൽ അറിയില്ല. അതിന്റെയൊക്കെ റൂൾസ് ബ്രേക്ക് ചെയ്യപ്പെടുന്നുണ്ടോ എന്നും എനിക്കും അറിയത്തില്ല. അതെന്തായാലും കണ്ടറിയേണ്ട കാര്യമാണ്. അതിനുശേഷം ഇപ്പൊ ഈ അനുമോൾ പറഞ്ഞതിൽ ശക്തമായിട്ട് പറയുന്നൊരു കാര്യം, ജിസേലും ആര്യനും കിസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇത് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അപ്പാനിക്കും അക്ബറിനും ഒക്കെ സത്യം പറഞ്ഞാൽ ഭ്രാന്ത് പിടിച്ചു. ഈവൻ അഭി വരെ എഴുന്നേറ്റ് നിന്നിട്ട് ഇവിടെ ആര്യനെയും ജിസേലിനെയുമാണ് കുറ്റപ്പെടുത്തുന്നത്. കാരണമുണ്ട്, ഇത്രയും ക്യാമറ കാണുന്നിടത്ത് ഈ പറയുന്ന അനുമോൾ ഇത്രയും വലിയൊരു കള്ളത്തരം പറയുമോ? ഒരിക്കലും അനുമോൾ കള്ളം പറയില്ല എന്ന് തന്നെയാണ് അഭിയും പറയുന്നത്. പിന്നെ അപ്പാനി നല്ല രീതിയിൽ ഈ പറയുന്ന ജിസേലിന്റെ അടുത്തോട്ട് ചാടിക്കേറി ചെല്ലുന്നുണ്ട്. ജിസേലിന്റെ ഇരിപ്പ് കണ്ടിട്ടും എന്തൊക്കെയോ കള്ളത്തരങ്ങൾ മണക്കുന്നുണ്ട്. ഒരു 1 നൈറ്റ് സ്റ്റാൻഡ് ഒക്കെ ചെയ്തതുപോലെ തന്നെയാണ് അവളും ആ പെരുമാറ്റത്തിൽ വരുന്നത്. ഇനി അക്ബർ പറയുന്നുണ്ട്, എന്നാലും എടാ നീ ഇതൊക്കെ എപ്പോഴും എന്നുള്ള രീതിയിൽ തന്നെ ചോദിക്കുന്നത്. അപ്പാനെയാണെങ്കിൽ കുറെ കൂടെ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്, നീ കള്ളത്തരം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നത്, അനുമോൾ പറയട്ടെ എന്നവർ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആര്യനും ജിസയിലും ആയതുകൊണ്ട് തന്നെ അവരത് ചെയ്യും എന്നൊരു കൺക്ലൂഷനിൽ എത്തിക്കാൻ പറ്റും. ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു സെൻസിറ്റീവ് വിഷയം അനുമോൾ ഒരു കള്ളം പറയുകയോ നാടകം കളിക്കുകയോ അഭിനയിക്കുകയോ ചെയ്യില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് ആ വ്യക്തിയെ പേഴ്സണലി എനിക്ക് അറിയത്തില്ല. പക്ഷേ നമ്മളൊരു കുറേ കാലമായിട്ട് സ്റ്റാർ മാജിക്കിലൂടെയും മറ്റും പല പരിപാടികളിലൂടെയും അതുപോലെ യൂട്യൂബ് ചാനലിലൊക്കെ അവരുടെ ഒരു സ്വഭാവ പെരുമാറ്റങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അങ്ങനെ അറിയാവുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ജിഷിൻ അനുമോളെ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ കുറേയൊക്കെ എന്തൊക്കെയോ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം ഇവർ കിടക്കുന്ന അതേ ബെഡിന് ഓപ്പോസിറ്റ് ആയിട്ട് വളരെ വിസിബിൾ ആയിട്ട് അനുമോൾക്ക് കാണാൻ പറ്റുന്ന തരത്തിലാണ് ആര്യനും ജിസയിലും കിടക്കുന്നത്. പിന്നെ ഇതൊക്കെ പറയുന്നത് കൊണ്ട് ഈ പറയുന്ന ആര്യന്റെയും ജിസേലിന്റെയും ലൈഫ്, അവരുടെ ലൈഫൊക്കെ അവർ ഇതിന്റെ മുന്നേ പുറത്ത് അവരെങ്ങനെയൊക്കെയോ ജീവിക്കുന്നവരാണ്. അവരെ നമുക്ക് സ്ലട്ട് ഷെയിം ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്താലും ചെയ്തില്ലേലും അവർക്ക് ഇത് ശരിക്കും ഒന്നുമല്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ സൊസൈറ്റിയിൽ 2 കാറ്റഗറി ആൾക്കാരുണ്ട്. ഒന്ന് നാടൻ ലൈഫ്, കൾച്ചറൽ ലൈഫ്. ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് അവരെന്തെങ്കിലും മോഡേൺ ഡ്രസ് ഇട്ടാൽ അവരൊരാളുടെ കൂടെ പോയാൽ മാത്രമാണ് പ്രശ്നം. നേരെ മറിച്ച് മോഡേൺ ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, ബാംഗ്ലൂരിൽ ലൈഫ് ചെയ്യുന്നവരൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാറുണ്ട്. എന്നാൽ കേരളത്തിൽ വന്ന് ഒരു കൊച്ചു ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടി കുറച്ചൊന്ന് മോശമായിട്ട് അല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതിയിൽ സൊസൈറ്റി പറയുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ അതവിടെ നെഗറ്റീവാണ്. മറ്റുള്ളവർ ബാംഗ്ലൂരുള്ളവർ അത് ചെയ്തു കഴിഞ്ഞാൽ അത് ഹീറോയിസവും അല്ലെങ്കിൽ അത്രത്തോളം എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ലെവലിലേക്ക് മാറും. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഈ വഴക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റം ക്രോസ് ചെക്ക് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ, ഇതാരാണ് ചെയ്തത് എന്നൊന്നും പറയാൻ കഴിയില്ല. ഇനി അടുത്തത് എന്താണ് ലൈവിലുള്ളതെന്നുള്ളത് ഞാൻ ആ ഒരു അപ്ഡേറ്റ് മാത്രമായിട്ട് പറയാൻ വരാം. അപ്പോൾ സീരിയൽ ഗ്രാമം നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഉടനെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ ബൈ.